ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന നൽകിയെന്ന ആരോപണത്തിൽ അന്വേഷണത്തിനായി ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാർ കാക്കനാട് ജയിലിലെത്തി. മധ്യമേഖല DIG കാക്കനാട് ജയിലിൽ സന്ദർശനം നടത്തിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, വിടാതെ പിടികൂടുകയാണ് വിവാദങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ. ഇപ്പോൾ VIP പരിഗണന കാക്കനാട് ജയിലിൽ കിട്ടി എന്നുള്ള ആ വാർത്തയിൽ അന്വേഷണമാണ് നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ജയിൽ DIGയുടെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു, തീർച്ചയായും ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ജില്ലാ ജയിലിനുള്ളിലാണ്. ഈ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ VIP പരിഗണന കിട്ടി. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ രേഖകളിൽ ഉൾപ്പെടെ തിരിമറി നടത്തി എന്ന ആരോപണവും ഉയർന്നിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ പിന്നീട് മധ്യമേഖല ജയിൽ DIG സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂട്ടാളികളായ 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്നും ഈ സന്ദർശനത്തിനിടെ ബോബി ചെമ്മണ്ണൂരിന് പണം കൈമാറി എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 200 രൂപ ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് രേഖയിൽ എഴുതി ചേർത്തു എന്നും പറയുന്നു. ഇതെല്ലാം രേഖയിൽ തിരുത്തൽ വരുത്തിയതാണെന്ന ആരോപണം കൂടി ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഉണ്ടായത്. ഇത് വലിയ വാർത്തയും വിവാദവുമായതോടുകൂടി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ജയിൽ DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാർ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജയിലിനുള്ളിലുണ്ട്. ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തേടുന്നുണ്ട്. ആവശ്യമെങ്കിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. ഏത് രീതിയിലാണ്, എന്ത് സൗകര്യമാണ് ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് ഒരുക്കി നൽകിയത്, എങ്ങനെ എന്ത് തിരുത്തൽ വരുത്തിയെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? അതോടൊപ്പം ഈ മധ്യമേഖല DIG ഇവിടെ എത്തിയത്, ബോബി ചെമ്മണ്ണൂരിനെ കാണാനായി എത്തിയത് സ്വാഭാവികമായ സന്ദർശനമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ കൂട്ടാളികൾ ഉണ്ടായിരുന്നു. അതിൽ പരിഗണന തുടക്കം മുതൽ ഇതുകൂടി അന്വേഷിച്ച ശേഷം തിയോഫിൻ, അതായത് ഈ ബോബി ചെമ്മണ്ണൂരിന് തുടക്കം മുതൽ തന്നെ, അതായത് ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആ സമയം മുതൽ VIP പരിഗണന കിട്ടിയെന്നാണോ, അതോ മധ്യമേഖല DIG അവിടെ എത്തിയതിനു ശേഷം പരിഗണന കിട്ടിയെന്നാണോ? എങ്ങനെയാണ് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്? സിജു, 2 വിഷയങ്ങളാണ് ഇതിലുള്ളത്. അതായത് ജയിലിൽ ബോബി ചെമ്മണ്ണൂർ എത്തിയ ശേഷം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ജയിലിൽ സൗകര്യമൊരുക്കിയെന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതായത് ജയിലിൽ VIP പരിഗണന ബോബി ചെമ്മണ്ണൂരിന് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ മധ്യമേഖല DIG ഇദ്ദേഹത്തെ സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ DIGയുടെ ഒപ്പം മറ്റ് 2 പേർ, ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂട്ടാളികളായ 2 പേർ ഉണ്ടായിരുന്നു എന്നും ഇവർ പണം കൈമാറിയെന്നും പറയുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ ഇവിടെ വരുമ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല. 200 രൂപ ബോബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നതായി പിന്നീട് എഴുതി ചേർത്തു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് അന്വേഷണം. അതായത് 2 വിഷയങ്ങൾ വരുന്നു. ഒന്ന്, മധ്യമേഖല DIGയുടെ സന്ദർശനം, ജയിൽ DIGയുടെ ഇവിടുത്തെ സന്ദർശനം, അദ്ദേഹത്തോടൊപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂട്ടാളികൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കാൻ ഇവിടെ നിർദ്ദേശം നൽകിയിരുന്നോ എന്നും ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ തുടക്കം മുതൽ ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേക പരിഗണന ജയിലിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം. കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന കിട്ടി എന്നുള്ള വിവാദത്തിൽ അന്വേഷണം ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് DIGയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വിവരങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്.